പ്രൈസ് ലോർഡ്. 2 കൊരിന്ത്യർ 1:20 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മൾ വലുതായി കാണാറുണ്ട്. പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും തോൽവികളും ഒക്കെ കടന്നു വരുമ്പോൾ എൻ്റെ ലൈഫ് ഇവിടെ തീർന്നെന്നും കേട്ട വാഗ്ദത്തത്തെ നിസ്സാരമായി കണ്ട് ഇനിയും അതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് നിറവേറപ്പെടത്തില്ല എന്നും ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ, ഒത്തിരി കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിരിക്കുന്ന ഈ കഷ്ടത അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനകത്താണ് നിങ്ങൾ ഉറക്കേണ്ടത്. യോസഫ് താൻ കേട്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം പ്രാപിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കഷ്ടതയ്ക്കകത്തൂടെ കടന്നുപോയപ്പോഴും തൻ്റെ ലക്ഷ്യം തെറ്റിയില്ല, തൻ്റെ വിശ്വാസം കുറഞ്ഞില്ല. കേട്ട വാഗ്ദത്തത്തിനകത്ത് ഉറയ്ക്കാൻ തയ്യാറായി. ദൈവത്തിൻ്റെ സമയത്ത് അതിമഹത്വമുള്ളതായി വെളിപ്പെട്ടു. പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും ചുറ്റുമുള്ള മാനുഷിക വാക്കുകളെയും വലുതായി കണ്ടുകൊണ്ട് കരഞ്ഞിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കഷ്ടതയ്ക്കകത്തും വേദനയ്ക്കകത്തും തോൽവിക്കകത്തും കേട്ട വാഗ്ദത്തത്തിനകത്ത് ഉറയ്ക്കുവാൻ നീ കേട്ട ദൈവശബ്ദം ആരുടെയാണെന്ന് തിരിച്ചറിയുവാൻ ഒരു ദൈവിക കാഴ്ചപ്പാട് പ്രാപിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിന്നോട് പറഞ്ഞ വ്യക്തി ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ദൈവമാണ്. ദൈവിക വാഗ്ദത്തമാണ് ഞാൻ പ്രാപിച്ചത്, ഞാൻ കേട്ടത് എന്നുള്ളൊരു തിരിച്ചറിവ്. നിൻ്റെ ദൈവം ആരാണ്, നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രമാണ്, നിൻ്റെ ദൈവത്തിൻ്റെ ഉന്നതത്വം, നിൻ്റെ ദൈവത്തിൻ്റെ അധികാരം എത്രമാത്രമാണെന്നൊരു തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. തോൽവിക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, അതിനകത്തുനിന്ന് എഴുന്നേറ്റ് ഒരു പോരാളിയെപ്പോലെ കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതിനെ പ്രാപിച്ചെടുക്കുവാൻ, അതിനെ നേടിയെടുക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിനകത്ത് നീയാണ് ഏറ്റവും വലിയ ഹീറോ. നിന്നിലൂടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടാൻ പോകുന്നത്. ചുറ്റുമുള്ളവരെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെയല്ല. പ്രതിസന്ധിക്കകത്ത് മാറിയിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരയുന്ന, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കരയുന്ന, ഒരു പടി കൂടെ യേശുപ്പച്ചനോട് പറ്റിയിരിക്കുന്ന, യേശുപ്പച്ചനെ ഒരു പടി കൂടെ സ്നേഹിക്കുന്ന, ആ സാന്നിധ്യം അനുഭവിക്കുന്ന, നിൻ്റെ സങ്കടങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളെ പറയുന്ന, യേശുപ്പച്ചൻ്റെ കൂടെ ഇരിക്കുന്ന, യേശുപ്പച്ചൻ്റെ ശബ്ദത്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കഷ്ടതയും ഈ വേദനയും ഈ തോൽവിയൊന്നും ലൈഫിൻ്റെ അവസാനമല്ല. ചുറ്റുമുള്ളവർ എന്തും പറയട്ടെ, കുറ്റപ്പെടുത്തട്ടെ, കളിയാക്കട്ടെ, നിന്ദിക്കട്ടെ, നിൻ്റെ ലൈഫ് തീർന്നു, മറ്റുള്ളവരെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ കേട്ടത് ദൈവശക്തമാണ്. ആ വചനം ഒന്നുകൂടെ നിങ്ങളൊന്ന് ഉരുവിട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൻ്റെ മഹത്വം അവനിൽ ആമേൻ എന്നും തന്നെ. നിന്റെ ഈ തോൽവിയിലൂടെ ദൈവിക മഹത്വമാണ് വെളിപ്പെടേണ്ടത്. നിന്റെ ഈ തോൽവി, നിന്റെ ഈ പരാജയം, നിന്റെ ഈ കഷ്ടത, നിന്റെ ഈ വേദന, നിന്റെ ഈ നിന്ന, നിന്റെ ബലഹീനത, നിന്റെ രോഗം, നിന്റെ പ്രതിസന്ധി, നിന്റെ പ്രയാസം, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ഞെരുക്കം, ഇതൊന്നും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി മാറാനല്ല. ഒരു പടി കൂടെ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക മഹത്വത്തെ തിരിച്ചറിയാൻ, ഒരു ദൈവിക കാഴ്ചപ്പാട് പ്രാപിക്കാൻ നീ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും.
ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കാവുന്നൊരു സമയമായത്. അതിനെ വെറുതെ കളയരുത്. വലിയ മഹത്വം നിന്നിലൂടെ വെളിപ്പെടാനുണ്ട്. ദൈവനാമം നിന്നിലൂടെ ഉയരാനുണ്ട്. അതുകൊണ്ട് കഷ്ടതയ്ക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് നിൻ്റെ മേലുള്ള നിയോഗത്തെയും നിൻ്റെ മേലുള്ള വാഗ്ദത്തത്തെയും തിരിച്ചറിയുന്ന മണിക്കൂറുകളായി ഈ ദിവസം മാറട്ടെ. ദൈവസന്നിധിയിൽ പോയിരുന്ന് കരയുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് യേശുപ്പച്ചനോട് ചോദിക്കുക. ദൈവം നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിനക്ക് വഴികാട്ടിയായിരിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ നടക്കും. നീ ഒറ്റയ്ക്കല്ല. ഹോളി സ്പിരിറ്റ് നിൻ്റെ കൂടെയുണ്ട്. നീ പോലും അറിയാതെ നിൻ്റെ പ്രശ്നത്തിനകത്ത് നീ ഓവർകം ചെയ്തത് ഒറ്റയ്ക്കല്ല. ഹോളി സ്പിരിറ്റ് നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിനക്കതിനെ തരണം ചെയ്ത് ഇന്ന് ധൈര്യത്തോടും ആയുസ്സോടും ഇരിക്കാൻ കഴിയുന്നത്. ഒത്തിരി കുഞ്ഞുങ്ങൾ പ്രതീക്ഷ അറ്റവരായിരിക്കുമ്പോൾ നീ കർത്താവിനെ സേവിച്ചത് മുഖാന്തരം നീ പോലും അറിയാതെ നിൻ്റെ പ്രതിസന്ധിക്കകത്ത് നിൻ്റെ പ്രശ്നത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇരുന്ന് നിൻ്റെ ഒപ്പം നടന്ന് നിന്നെ ഗൈഡ് ചെയ്തതുകൊണ്ടാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്നും നീ ധൈര്യത്തോടെ ഇരിക്കുന്നത്. വലിയ ദൈവിക മഹത്വമാണ് നിന്നിലൂടെ വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. മനുഷ്യൻ പറയും, ചുറ്റുമുള്ള സാഹചര്യത്തെ നോക്കി മനുഷ്യൻ പറയും പരിമിതികളുണ്ട്, ഇതൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുമ്പോൾ, ഒരു വിജയം നേടുമ്പോൾ, ചില തോൽവിക്കകത്തൂടെ ചില ദൈവിക മഹത്വം അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഇത്രയേ ഉള്ളെന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടാണ് തീരുന്നത്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളതായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിന്നെ ഒരു രാജ്യത്ത് ദൈവം കൊണ്ടെത്തിക്കാം, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ദൈവം കൊണ്ടെത്തിക്കാമെന്ന് നിൻ്റെ കുഞ്ഞുനാളിൽ നീ കേട്ട വാഗ്ദത്തമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിനക്ക് മറ്റൊരു തലത്തിലായിരിക്കാം ഒരു വഴി ഓപ്പൺ ആയത്. ചുറ്റുമുള്ളവർ പറയും, ഇതാണ് നിൻ്റെ വഴി, ഇവിടെ കൊണ്ട് നീ തീരും, അല്ലെങ്കിൽ ഇതാണ് നിൻ്റെ, ഇനി അടുത്ത ഒരു ടേണിംഗ് പോയിൻ്റ് ഇല്ല എന്ന് പറയും. നമ്മളുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് നമ്മളുടെ പരിമിതികളെ കണ്ട് അതിൽ വലുതായി കണ്ടുകൊണ്ട് ഇതൊക്കെ മതി, ഇനി മുൻപോട്ട് പോകണ്ട, ഇനിയും ട്രൈ ചെയ്യണ്ട എന്ന് പറയുന്നവരാ നമ്മൾക്ക് ചുറ്റുമുള്ള അധികം പേരും. പക്ഷേ കേട്ടത് നീയാ, ദൈവശബ്ദം കേട്ടതും വാഗ്ദത്തം കേട്ടത് നീയാ കുഞ്ഞെ. അതുകൊണ്ട് നീയാ അതിനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിൻ്റെ മേലാണ് കിടക്കുന്നത്. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അവൻ നിന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും, അത് നിവർത്തിച്ചിരിക്കും. സാഹചര്യം പ്രതികൂലമായാലും ചുറ്റുമാരും കൈത്താങ്ങലായി ഇല്ലെങ്കിലും, എത്ര പ്രതിസന്ധി ഉയർന്നാലും, എത്ര എതിർപ്പുകൾ ഉയർന്നാലും, എതിരാളി എഴുന്നേറ്റോട്ടെ, പ്രതിയോഗി എഴുന്നേറ്റോട്ടെ. നിൻ്റെ മേൽ വാഗ്ദത്തം ഉള്ളതുകൊണ്ടാണ് നിനക്ക് പ്രതിയോഗിയുള്ളത്. നിൻ്റെ മേൽ വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്, ദൈവിക പദ്ധതികൾ നിൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ശത്രുക്കൾ ഉയരുന്നത്, നിനക്ക് പ്രതിസന്ധി വർദ്ധിക്കുന്നത്, നിനക്ക് കഷ്ടത വരുന്നത്. അത് വലിയൊരു മഹത്വത്തിനാണ്. ഇവർക്കാർക്കും അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും കഴിയത്തില്ല അതിൻ്റെ മഹത്വം എത്രമാത്രമാണെന്ന്. ദൈവിക പദ്ധതി നിൻ്റെ മേൽ വെളിപ്പെടാനുള്ള ആഴത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ അത് തിരിച്ചറിയുന്ന, അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ടൈം, നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദിവസം, ആ വിജയത്തിൻ്റെ ദിവസം, അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുക. അതുകൊണ്ട് ഈ തോൽവി നന്മയ്ക്കാണ്. ഈ തോൽവി നിൻ്റെ അവസാനമല്ല. ഈ തോൽവി നിൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ദൈവത്തിൻ്റെ ഒരു പടി കൂടെ അടുത്തിരിക്കാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ, യേശുപ്പച്ചൻ്റെ കൂടെ നടക്കാൻ ഒരു നിയോഗമാണ് ഈ തോൽവി, ഈ പരാജയം, ഈ വേദന, ഈ കഷ്ടത. ധൈര്യമായിട്ട് മുൻപോട്ട് പോ. കേട്ട വാഗ്ദത്തത്തിനകത്ത് നീ ഉറച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ അത് തക്ക സമയത്ത് നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റും. സാഹചര്യങ്ങളെ നോക്കണ്ട, ദൈവത്തെ നോക്കുക. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവനത് നിവർത്തിക്കും. വാക്കു പറഞ്ഞവൻ മാറത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും ഞാൻ പറയാം, കേട്ട വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കും.
കഷ്ടത കണ്ട് ഭയപ്പെടണ്ട. ഇനിയും കഷ്ടതയും വേദനയും വരുത്തില്ലെന്നല്ല, ഇനിയും കഷ്ടത വരും, വേദന വരും, ഒക്കെ വരും. പക്ഷെ അതിനകത്തും പതറാതെ ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ കഷ്ടതയിലൂടെ ദൈവം കടത്തിവിടുന്നത് വലിയ പ്രതിസന്ധിക്കകത്തും നിൽക്കാൻ നിന്നെ ദൈവം പ്രാപ്തിയാക്കാം. അനേകരെ ബലപ്പെടുത്തുവാൻ ദൈവം നിന്നെ മോൾഡ് ചെയ്യുക. വലിയ ദൈവിക മഹത്വം നിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. അതുകൊണ്ടാണ് ഈ കഷ്ടതയ്ക്കകത്തൂടെ ഒരു വലിയ സാക്ഷ്യത്തിനാണ് ദൈവം ഇതിനെ മാറ്റുന്നത്. സന്തോഷമായിട്ടും ധൈര്യമായിട്ടിരിക്കാം. വിളിച്ച ദൈവത്തിനകത്ത് ഉറപ്പോടെ കേട്ട വാഗ്ദത്തത്തിൽ ഉറച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. നിന്റെ ദൈവം ആരാന്നുള്ള തിരിച്ചറിവ് ഈ രാത്രികാലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ.